ഹായ് ഹലോ കഥ അഞ്ചാമരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ദ വെയിറ്റ് ഈസ് ഓവർ. കളങ്കാവൽ കളങ്കാവൽ സിനിമയുടെ റിലീസ് ഡേറ്റ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് ഓൺ 5th December. നമ്മൾ നമ്മളെ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ കളങ്കാവലിന്റെ റിലീസ് ഡേറ്റ് മാറ്റിയതിനെ കുറിച്ചായിരുന്നു. അപ്പൊ ഏത് ഡേറ്റിലേക്കായിരിക്കും മാറ്റുക എന്നുള്ള കുറെ കാര്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കുറെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ദിവസമായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു മാസമായിരിക്കും, അങ്ങനെ കുറെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ, ഡിസംബറിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ ആൻഡ് അത് 5th-നാണെന്നുള്ളത് നമ്മൾ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ജാനുവരിയിലേക്ക് പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ എന്റെ വീഡിയോയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഡിസംബർ 5th-ലേക്ക് മാറ്റുമോ, കാരണം ഇലക്ഷൻ വരില്ലേ, പിന്നെ ജാനുവരിയിലാണെങ്കിൽ ജനനായകൻ റിലീസ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് അത് 5th-ന്റെ കാര്യം ഞാൻ അന്ന് പറഞ്ഞ സമയത്ത് ഞാനും അത് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ഇലക്ഷന്റെ. പക്ഷെ അപ്പോഴും അപ്പൊ ഇലക്ഷന്റെ കാര്യം വന്നോണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഡിസംബറിൽ എന്തായാലും ഇപ്പൊ ഇനി റിലീസ് ഉണ്ടാവില്ല. ജനനായകൻ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു ജാനുവരിയിലേക്ക് ജാനുവരിയിൽ നിന്ന് വേറൊരു ഒരു മന്തിലേക്ക് മാറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജനുവരി ഫസ്റ്റ് വീക്ക് ഡെഫിനറ്റ്ലി ജനനായകൻ കുറെ തിയേറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞ സെക്കൻഡ് വീക്ക് ഒക്കെ മുതലേ ഈ സിനിമ ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് ഇന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ്, 5th December ഇറങ്ങണു വിത്ത് എ പോസ്റ്റർ. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. 5th December വരെ ശരിക്കും ഇത് എങ്ങനെ വരെ ഇറക്കണം? കാരണം ഇപ്പൊ നെക്സ്റ്റ് വീക്ക് എന്താ 5th കഴിഞ്ഞ് ആ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ ഒരാഴ്ച തന്നെ കൂട്ടാം. നമുക്ക് ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിലെല്ലാവരും ഓരോരോ കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബർ വെക്കേഷൻ ടൈമിലേക്ക് കേറി ഒഫീഷ്യലി. അപ്പൊ വേറെയും കുറെ സിനിമ ഉണ്ട്. ബബ്ബബ്ബ ഇറങ്ങുന്നുണ്ട്. ആൻഡ് അപ്പം എങ്ങനെയാന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു. ആൻഡ് ഇത് കണ്ടപ്പോ ഞെട്ടിപ്പോയി. എന്തായാലും അവരും തന്നെ വല്ലാത്ത കോൺഫിഡൻസിലാ തോന്നുന്നു. ഈ ഡേറ്റ് മാറ്റിയത് തന്നെ എന്തൊക്കെയോ OTT റിലേറ്റഡ് ഇഷ്യൂസ്, ഐ മീൻ OTT ഡീൽസ് ലോക്ക് ആയില്ല എന്നൊക്കെയുള്ള ഇഷ്യൂസ് കാരണമാണെന്നുള്ള കുറെ റൂമേഴ്സും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ആൻഡ് എന്തായാലും പോസ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ പറഞ്ഞാലും സിനിമ ഡിലേ ആയാലും എന്തൊക്കെ ആയാലും സിനിമയുടെ പോസ്റ്റർ അതാണ് അതിന്റെ ഹൈലൈറ്റ്. അത് മമ്മൂക്കേനെ കാണിക്കുന്ന പോസ്റ്റേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ക്വാളിറ്റി സ്റ്റാഫ് പോലെ തോന്നി. പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ സിഗരറ്റ് വലിക്കണത്. മമ്മൂക്ക ഫുൾ ടൈം സിഗരറ്റ് വലിച്ചിട്ടുള്ള പോസ്റ്റേഴ്സ്. അപ്പൊ സിനിമയിൽ മൊത്തം സിഗരറ്റിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് തോന്നുന്നു. അപ്പോ ഇതായിരുന്നു പോസ്റ്റർ. ദ വെയിറ്റ് വിൽ ബി വർത്ത് ഇറ്റ് ഇൻ സിനിമാസ് December 5, 2025. 2025. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ പറഞ്ഞ പോലെ ഡയറക്ടർ ജിതിൻ കെ ജോസ്, ആളുടെ മുകളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറുപ്പിന്റെ റൈറ്റർ ആളായിരുന്നു. കുറുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അത് അവര് പ്രസന്റ് ചെയ്തിട്ടുള്ള രീതിയും പ്ലസ് സുഷിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ആയപ്പം അടിപൊളിയായിരുന്നു. ആൻഡ് കടങ്കാവലിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറി ആയിരിക്കും. ആൻഡ് എല്ലാവർക്കും അറിയാം മമ്മൂക്ക നെഗറ്റീവ് റോളാണ് ചെയ്യണത്. ആ നെഗറ്റീവ് റോൾ എങ്ങനെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ December 5th-ന് വേണ്ടി കാത്തിരിക്കാം. ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. കാരണം 27th-ന് കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും 5th-നായി. അപ്പൊ ഇനി ഒരു ഡേറ്റിലേക്ക് മാറ്റാതിരുന്നാൽ മതി. മാറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഒരു 99.5% ചാൻസ്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സോ ഇറ്റ്സ് ഓൺ 5th December, കലങ്കാവൽ.